അവിടെ കോട്ടയം നഗരസഭയിൽ നിന്ന് കാണാതായത് 1-2 രൂപയല്ല, 211 കോടി രൂപയാണ് കോട്ടയം നഗരസഭയിൽ നിന്ന് കാണാതായത്. ഈ കോട്ടയം നഗരസഭ ഭരിക്കുന്നത് ആരാണ്? അത് UDF ആണ്. അതുകൊണ്ട് ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായോ? ഇല്ല എന്ന് ഉത്തരം നൽകേണ്ടി വരും. ഒരു ചെറിയ വാർത്ത അവിടെ ഇവിടെയൊക്കെ വന്നു പോയിരുന്നു എന്നല്ലാതെ ഒരു ചർച്ചയാക്കാനോ അതിന്മേൽ പ്രതികരണങ്ങൾ തേടാനോ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. അതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് അതിൽ വലിയ താല്പര്യമുണ്ടാകില്ല. കാരണം 211 കോടി രൂപ കാണാതായിരിക്കുന്നു. 1-2 രൂപയല്ല, 211 കോടി രൂപ. അതും കോട്ടയം നഗരസഭയ്ക്ക് വിവിധ ബാങ്കുകളിലായി 30 അക്കൗണ്ടുകളാണുള്ളത്. അതിൽ വെറും 7 അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ 211 കോടിയുടെ കണക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 30 അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഭീകരമായിരിക്കും ആ സംഖ്യ എന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കോട്ടയത്ത് ഉയർന്നു വരികയാണ്. അവിടെ LDFിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരമ്പരകൾ നഗരസഭാ ഭരണസമിതിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് വെക്കാൻ പോകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ സംഭവത്തിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് കോട്ടയത്തെ UDF ഭരണസമിതി. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ സംഭവിച്ച വീഴ്ച മാത്രമെന്നാണ് ഇപ്പോൾ നഗരസഭാ വൈസ് ചെയർമാൻ B. ഗോപകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം നഗരസഭയുടെ 7 ബാങ്ക് അക്കൗണ്ടുകളിൽ നഗരസഭാ രേഖകൾ പ്രകാരം കാണേണ്ട 211 കോടി രൂപയാണ് കാണാതായത്. സംഭവത്തിൽ നഗരസഭയ്ക്ക് വീഴ്ച സംഭവിച്ചതായി UDFിന്റെ വൈസ് ചെയർമാൻ B. ഗോപകുമാർ. നഗരസഭയുടെ ഫണ്ടിൽ നിന്നും 211 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള പ്രചരണം യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമാണ്. നഗരസഭയിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നഗരസഭയിൽ 2017 മുതൽ 2024 വരെയുള്ള വരവ് ചെലവ് കണക്കുകൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്ത് സംഭവിച്ച വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ ആരോപണത്തിന് കാരണമായി മാറുന്നത്. വീഴ്ച മറയ്ക്കാൻ ജീവനക്കാരുടെ കുറവ് ചൂണ്ടിക്കാണിച്ച് തലയൂരാനാണ് ഭരണപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം. ഞാൻ പറഞ്ഞല്ലോ, 2017 മുതൽ കഴിഞ്ഞ 7 വർഷത്തെ കണക്ക് ക്രമവൽക്കരിക്കുന്നതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിന് ഭരണസമിതി ആണ് ഉത്തരവാദി എന്ന് പറയാൻ പറ്റുകയില്ല. ഭരണസമിതി നിരന്തരം ഈ ക്രമക്കേടുകളൊക്കെ ഓഡിറ്റ് വിഭാഗം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളപ്പോഴൊക്കെ ഒരു ഉദ്യോഗസ്ഥയെ വെച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എന്ന വസ്തുത ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ നമുക്ക് നിയമിക്കണം, അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ട സഹായം ചെയ്തു തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു ചെവിക്കൊള്ളുന്നതിന് ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം കൂടി അവിടെ നിലനിൽക്കുകയാണ്. നഗരസഭയുടെ കോടികൾ കാണാതായ സംഭവത്തിൽ ഇതാദ്യമായിട്ടാണ് ഭരണകക്ഷിയിൽ നിന്നും ഒരാൾ വീഴ്ച തുറന്നു സമ്മതിക്കുന്നത്. വിഷയത്തിൽ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് LDF തീരുമാനം. ഇത് സംബന്ധിച്ച് ആലോചിക്കാനായി ഇന്ന് LDFിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.